ഇപ്പോൾ ഒരു സുന്നത്ത് നിസ്കാരം തന്നെ നമുക്ക് പല നിയ്യത്തുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിസ്കരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ളുഹറിന് പള്ളിക്ക് വന്നു, അപ്പോൾ മൂപ്പര് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. മൂപ്പരെ മനസ്സിലുള്ള നിയ്യത്ത് ഇത് വുളൂവിൻ്റെ 2 റക്അത്താണ്, പള്ളിയിൽ കയറിയിട്ടുള്ള 2 റക്അത്താണ്, അതുപോലെ തന്നെ റവാത്തിബിൻ്റെ 2 റക്അത്തുമാണ്, അതുപോലെ തന്നെ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെ ഇടയിൽ നിസ്കാരം ഉണ്ടല്ലോ, ആ 2 റക്അത്തുമാണ്. അപ്പോൾ 4 നിയ്യത്താണ് ഒറ്റ നിസ്കാരം. എന്താണ്, 4നുള്ള കൂലി കിട്ടും. അത് അള്ളാഹുവിൻ്റെ ഔദാര്യാണ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരാൾ എന്ത് ചെയ്തു, 2 റക്അത്ത് വുളൂവിൻ്റെ നിസ്കരിച്ചു, 2 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചു, 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെ ഇടയിൽ നിസ്കരിച്ചു. അയാൾ 8 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഇയാൾ 2 റക്അത്ത് കൊണ്ടാണ് 4ൻ്റെയും നിയ്യത്ത് വെച്ചിട്ടുള്ളത്. രണ്ടുപേരും പരിശ്രമം ഒരുപോലെയാണോ? പരിശ്രമം ഒരുപോലെയല്ല. രണ്ടാൾ ചെയ്ത പണി എന്തല്ല, ഒരുപോലെയല്ല. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്നവരുടെ ഒരാളുടെയും പരിശ്രമം എന്ത് ചെയ്യൂല, അള്ളാഹു വെറുതെ ആക്കൂല. 2 പരിശ്രമമാണ്, അള്ളാഹു എന്ത് ചെയ്യും, അതിനുള്ള കൂലി കൊടുക്കും. ഈ ഒറ്റ നിയ്യത്ത് തന്നെ എന്ത് ചെയ്യാം അയാൾക്ക്, ഈ ഒരുപാട് നിയ്യത്ത് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, 2 റക്അത്ത് നിസ്കരിക്കാന്നുള്ളതാണ്. അപ്പൊ സമയമില്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. സമയം ഉണ്ടെങ്കിലും ചെയ്യാം, തെറ്റല്ല, അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അല്ലാഹു അലം.